സർക്കാരിനെതിരെ സമരം ഘടിപ്പിച്ച് ആശാവർക്കർമാരുടെ കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേരളവും കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന വാദം തള്ളി സംസ്ഥാനം. രാപ്പകൽ സമരം 24-ാം ദിവസം. CPIM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ദീപശിഖ, പതാക, കൊടിമര ജാഥകൾ പൊതുസമ്മേളന വേദിയായ ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. പ്രതിനിധി സമ്മേളനം നാളെ മുതൽ. 530 പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി കടന്നേക്കും. ട്രംപിന്റെ ഇറക്കുമതി തീരുവയിൽ തിരിച്ചടിച്ച് കാനഡ. അമേരിക്കൻ മദ്യത്തിന് വിലക്കേർപ്പെടുത്തി കനേഡിയൻ പ്രവിശ്യ ഒൻറ്റാരിയോ. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കുമായുള്ള കരാറും റദ്ദാക്കി. ട്രംപിന്റെ നടപടിയെ ലോക വ്യാപാര സംഘടനയിൽ ഉന്നയിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ. പാകിസ്ഥാനിൽ സൈനിക കേന്ദ്രത്തിൽ ഭീകരാക്രമണം. 15 പേർ കൊല്ലപ്പെട്ടു, 30 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 6 ഭീകരരെന്ന് സൈന്യം. സ്ഫോടനം, സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനങ്ങൾ സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറ്റി. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികളെ ഇന്നറിയാം. 2ാം സെമിഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മത്സരം ഉച്ചയ്ക്ക് 2:30 ലാഹോറിൽ. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.